നമസ്കാരം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയ BJP-യിൽ പൊട്ടിത്തെറിയും പരസ്യപ്പോരും തുടരുകയാണ്. 8 നിലയിൽ പൊട്ടിയെന്ന് പറയാൻ കാരണം BJP അത്രമേൽ വലിയ അവകാശവാദങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല, BJP-യെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. 1965 ജനസംഘകാലം മുതൽ തന്നെ BJP-ക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. നിലവിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി 52 സീറ്റുകളാണുള്ളത്. അവിടെ 28 കൗൺസിലർമാരുമായി കേവല ഭൂരിപക്ഷം നേടി BJP ഭരിക്കുന്ന ഏക നഗരസഭ കൂടിയാണ് പാലക്കാട്. അത്തരത്തിൽ ശക്തമായ സ്വാധീനമുള്ള, വിജയിക്കാൻ കഴിയുമായിരുന്ന ഒരു മണ്ഡലം. അവസാന നിമിഷം വരെ വിജയപ്രതീക്ഷ, അല്ലെങ്കിൽ ഞങ്ങളിതാ വിജയിച്ചു എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടിരുന്ന പാർട്ടി ഫലം വന്നപ്പോൾ 8 നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. തൊട്ടു മുൻപ് നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ എന്ന സ്ഥാനാർത്ഥി BJP-ക്ക് വേണ്ടിയിട്ട് അവിടെ 50,220 വോട്ടുകളാണ് നേടിയത്. അത് ശ്രീധരന്റെ വ്യക്തിമികവാണ്, അല്ലെങ്കിൽ വ്യക്തിപ്രഭാവത്തിലുള്ള വോട്ടുകളാണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ 2016 ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമ്പോൾ 40,076 വോട്ടുകൾ അവിടെ നേടി. ആദ്യമായിട്ടാണ് BJP-ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ അത്രയധികം വോട്ട് അവിടെ ലഭിക്കുന്നത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലും ഇത്തവണ BJP-യുടെ സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 527ഓളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. നോക്കണം, C. കൃഷ്ണകുമാർ എന്ന് പറയുന്നത് അവിടുത്തുകാരനാണ്. എല്ലാവരും പറഞ്ഞത് സ്വന്തം നാട്ടുകാരനായതുകൊണ്ട് തന്നെ ആ ഒരു ആനുകൂല്യം അവിടെ ലഭിക്കും, വിജയിച്ചു വരും, പാലക്കാട് നഗരസഭ ഭരിക്കുകയാണ്, അവിടെ 2021 ലഭിച്ചതുപോലെയുള്ള ഒരു ഭൂരിപക്ഷം ലഭിക്കും. പിന്നീട് മറ്റു 3 പഞ്ചായത്തുകളിലും ഗണ്യമായ വോട്ട് വർധനയുണ്ടാകും, അങ്ങനെ ജയിക്കാൻ കഴിയും. കോൺഗ്രസിനും LDF-നും വോട്ടുകൾ കുറയുമെന്നൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ അതൊക്കെ അസ്ഥാനത്താകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനു പിന്നാലെ പാർട്ടിയിൽ പടലപ്പിണക്കങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരെ നിരവധി നേതാക്കൾ പരസ്യമായും രഹസ്യമായും രംഗത്തു വരുന്നു. അദ്ദേഹത്തിന്റെ രാജിയാവശ്യം എന്ന മുറവിളി ശക്തമാകുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ കേന്ദ്ര നേതൃത്വം ആ ആവശ്യം തള്ളി എന്നൊക്കെയാണ് സുരേന്ദ്രന്റെ പക്ഷം അവകാശപ്പെടുന്നത്. അദ്ദേഹം രാജിവെച്ചാലും ഇല്ലെങ്കിലും അതെന്തായാലും BJP-യെ സംബന്ധിച്ച കനത്തൊരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് നിസ്സംശയം പറയാം. സുരേന്ദ്രൻ ഏത് ഉപതെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഫലം വരുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ ഒരു ഫലമായിരിക്കും ഉണ്ടാവുക. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി ചരിത്രത്തിലാദ്യമായിട്ട് പാർട്ടിക്ക് ഒരു MP എന്ന നിലയിൽ വിജയിച്ചു വന്നത് മാത്രമാണ് അദ്ദേഹത്തിന് അവകാശപ്പെടാവുന്ന ഒരു നേട്ടം. അതും BJP-യുടെ ജയമല്ല എന്ന തരത്തിൽ അന്ന് തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു വിജയമാണ് ഈ പാലക്കാട്. ശ്രീധരന് ലഭിച്ച വോട്ടുകൾ പോലെ സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം സ്വരൂപിക്കുന്ന ചില വോട്ടുകളുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ വിജയിക്കുന്നത്. പിന്നെ മറ്റു ചില അടിയൊഴുക്കുകളും അവിടെ നടന്നു. അതിനപ്പുറം നോക്കിക്കഴിഞ്ഞാൽ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ തന്നെ വലിയ തോതിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് ഈ തോൽവിക്ക് കാരണം, വിജയസാധ്യത അട്ടിമറിച്ചത് ശോഭാ സുരേന്ദ്രനും പക്ഷവുമാണ് എന്നാണ്. ശോഭാ സുരേന്ദ്രന്റെ പേര് തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉയർന്നു കേട്ടിരുന്നു. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ, ജില്ലയിൽ നിന്നുള്ള BJP-യുടെ ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ ശോഭാ സുരേന്ദ്രന് വേണ്ടി വാദിച്ചതാണ്. ശോഭാ സുരേന്ദ്രന്റെ ഫ്ലെക്സുകൾ അവിടെ ഉയർന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ C. കൃഷ്ണകുമാറിനാണ് അവിടെ നറുക്കു വീണത്. അന്നു മുതൽ തന്നെ അക്കാര്യത്തിലൊരു എതിർപ്പ്, ഭിന്നത പാർട്ടിക്കുള്ളിലും ഒക്കെ തന്നെ ഉണ്ട്. കാരണം ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും C. കൃഷ്ണകുമാർ എന്ന ഒരു ചോയ്സിലേക്ക് പാർട്ടി എത്തുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകട്ടെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പാകട്ടെ, നഗരസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും പാലക്കാട് അദ്ദേഹം ഏതാണ്ട് 8 9 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഈ നിയമസഭയിലും പാർലമെന്റിലേക്കും ഒക്കെ തന്നെ അദ്ദേഹം തോൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് നൽകുന്നു, അവസരം നൽകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കൗൺസിലിലേക്ക് മത്സരിക്കുന്നു. അത്തരത്തിൽ അദ്ദേഹവും ഭാര്യയും മാറി മാറി മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന ഒരു ആരോപണം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ ഈ പ്രചരണ രംഗത്തു നിന്നും മാറി നിന്നത്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ വരികയും പ്രവർത്തനത്തിൽ സജീവമാവുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും അവരുടെ ഈ മാറി നിൽപ്പ്, അല്ലെങ്കിൽ അതൃപ്തി, അത് ഏത് തരത്തിലൊരു അടിയൊഴുക്കുണ്ടാക്കും എന്നത് സംബന്ധിച്ച് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ സുരേന്ദ്രപക്ഷം പറയുന്നത് ഏതാണ്ട് 18ഓളം കൗൺസിലർമാർ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു അട്ടിമറി നടത്തി എന്നതാണ്.
ഒപ്പം തന്നെ കണ്ണൂർ പഞ്ചായത്തിൽ ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ വോട്ട് മറിച്ചു എന്ന ആരോപണവുമുണ്ട്. അത്തരത്തിൽ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കൗൺസിലർമാരുടെ അട്ടിമറിയെക്കുറിച്ച് പറയുമ്പോൾ സി കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനിമോൾ, അവരും ഒരു കൗൺസിലറാണ്. അവരുടെ വാർഡിൽ തന്നെ ഏതാണ്ട് 500ഓളം വോട്ടുകളാണ് കുറവ് വന്നിരിക്കുന്നത്. സി കൃഷ്ണകുമാറിന്റെ സ്വന്തം ബൂത്തിലേക്ക് വന്നാൽ അവിടെ 30 വോട്ടുകൾ BJPക്ക് കുറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നഗരസഭയിൽ BJPക്ക് ഇത്തവണ സി കൃഷ്ണകുമാറിന് വോട്ട് കുറഞ്ഞു. അതൊക്കെ ആരുടെ കുഴപ്പം കൊണ്ടെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ കൗൺസിലർമാർ, അവർ ആരോപണം നേരിടുന്ന കൗൺസിലർമാർ ഇപ്പം തന്നെ പരസ്യമായും രഹസ്യമായും രംഗത്ത് വന്നിട്ടുണ്ട്. സുരേന്ദ്രനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ, അദ്ദേഹം തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹം സുരേന്ദ്രനെ ഒപ്പം നിൽക്കുന്നുണ്ട്. സുരേന്ദ്രൻ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പോലും കൃഷ്ണകുമാറിനെതിരെ, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിനെതിരെ തുടക്കം മുതൽ ഉന്നയിച്ചിരിക്കുന്ന അതൃപ്തി അദ്ദേഹം ഇന്നും പരസ്യമാക്കുകയാണ്. അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുള്ള പടലപ്പിണക്കങ്ങളും ചേരിപ്പോരും തുടരുന്നു. കേന്ദ്ര നേതൃത്വത്തെ രാജി അറിയിച്ചു എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും നാളെ ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ BJPയുടെ സംസ്ഥാന നേതൃയോഗം ചേരുകയാണ് എറണാകുളത്ത്. ആ യോഗത്തിന് മുന്നോടിയായിട്ട് എടുക്കുന്ന ഒരു മുൻകരുതൽ എന്ന നിലയിൽ മാത്രമാണ് ഈ സുരേന്ദ്രന്റെ രാജി സന്നദ്ധതാ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നാളത്തെ യോഗത്തിൽ ഈ വിഷയം, പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവി, ശക്തമായ ചർച്ചയാകും. ശോഭാ സുരേന്ദ്രൻ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ തനിക്കെതിരെ ശക്തമായ വിമർശനം ഉണ്ടാകും, തന്റെ രാജിയാവശ്യം ഉന്നയിക്കപ്പെടും എന്ന് മുൻകൂട്ടി അറിയാവുന്ന സുരേന്ദ്രൻ ഒരു മുഴം മുൻപേ എറിയുന്നു എന്നാണ് ഈ നീക്കത്തെ കാണുന്നത്. എന്തായാലും സുരേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ളൊരു വിമർശനം നേരത്തെ മുതലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക്, പാർശ്വവർത്തികളായിട്ടുള്ളവർക്ക് മാത്രം സീറ്റ് നൽകുക, മറ്റുള്ളവരോടൊക്കെ പരമപുച്ഛം, വിമർശനം ഉന്നയിക്കുന്നവരെ കോൺഗ്രസ് ആക്കുക, അത്തരത്തിലുള്ള പാർട്ടി അധ്യക്ഷന് നിരക്കാത്ത തരത്തിലുള്ള പ്രവർത്തനം, പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഉള്ള ഒരു വൈമനസ്യം അദ്ദേഹത്തിനുണ്ട്. പോകുന്നവർ പോകട്ടെ എന്ന നിലയിലുള്ള ചില നിലപാടുകളൊക്കെ തന്നെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമാണ് പാർട്ടിയെ ഇത്തരത്തിൽ നാശത്തിലേക്ക് കൊണ്ടുപോയത് എന്ന വിമർശനം നിരവധി നേതാക്കളും ഒപ്പം തന്നെ രാഷ്ട്രീയ വിമർശകരും ഒക്കെ തന്നെ പലതരത്തിലും ഉയർത്തിയിട്ടുണ്ട്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ വലിയ ആവേശത്തോടെ ചില അവകാശവാദം ഉന്നയിച്ചിരുന്നു. വിശ്വനാഥന് പുറമെ വിശാലാക്ഷി സമേതം പാലക്കാട് നിന്നും NDA ജയിക്കും, UDF 3ാം സ്ഥാനത്താകുമെന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ഉണ്ടായത്. UDF അവിടെ ചരിത്ര ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും BJP 2ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്? അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. ഗ്രൗണ്ട് ലെവലിലെ ഒരു അടിയൊഴുക്ക് അല്ലെങ്കിൽ ഒരു തരംഗം മനസ്സിലാക്കാൻ ഇത്രയും പരിചയസമ്പന്നനായ K സുരേന്ദ്രന് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും നാളത്തെ യോഗത്തിൽ ഈ വിമർശനങ്ങളൊക്കെ തന്നെ ശക്തമായി ഉന്നയിക്കപ്പെടും. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ പറഞ്ഞത്, കോൺഗ്രസിലാണ് അദ്ദേഹം ഇപ്പോൾ, അദ്ദേഹം ഈ BJP നേതൃയോഗത്തെക്കുറിച്ച് വലിയ വിമർശനം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് 9 മണിക്ക് തുടങ്ങേണ്ട യോഗം ഏതാണ്ട് 11 മണിയാവുമ്പോൾ തുടങ്ങും. ആദ്യമേ തന്നെ ചായകുടിയും കാപ്പുടിയുമാണ്. അത് കഴിഞ്ഞ് വന്നാൽ ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഗിരിപ്രഭാഷണം നടക്കും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. അതിനുശേഷം ഏതാണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ചില പ്രമേയങ്ങൾ അവതരിപ്പിക്കും. അവസാനം 4 മണിക്ക് ചായയും കുടിച്ച് പിരിയും. അല്ലാതെ ക്രിയാത്മകമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച ഒരു പാർട്ടിക്കുള്ളിൽ, ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ നടക്കേണ്ട സ്വയം വിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. നേതാക്കന്മാർ എന്തെങ്കിലുമൊക്കെ പറയും, അത് കേട്ടുകൊണ്ട് യോഗത്തിന് വരുന്ന നേതാക്കളെല്ലാം വൈകിട്ട് 4 മണിക്ക് ചായ കുടിയും കഴിഞ്ഞ് പോകും. അത്തരത്തിലാണ് BJPയുടെ പോക്കെന്ന് മുൻപ് കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ച മുൻപ് വരെ BJPയിൽ സജീവമായിരുന്ന, BJPയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന ഒരു നേതാവാണ് പറയുന്നത്. അപ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലാണ് BJPയുടെ പോക്ക് K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഉള്ളത്. അതൊക്കെ തന്നെ BJP ഇത്തരത്തിൽ നിലവിലെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു വിമർശനം. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും പിന്നോക്കം പോകുന്ന ഒരു കാഴ്ച കാണുന്നു. ഇനിയിപ്പോൾ ഒരു വർഷത്തിനകം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എന്ത് സാധ്യതയാണ് BJPക്കുള്ളത്? ഇതുപോലെ A ക്ലാസ് മണ്ഡലം എന്ന് കരുതപ്പെടുന്ന പാലക്കാട് ഉൾപ്പെടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു സമയത്ത് പോലും 2ാം സ്ഥാനത്തേക്ക് ദയനീയമായിട്ട് പോകുമ്പോൾ
ഇനി 2026 എന്ത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഒരു തിരുത്തൽ ആവശ്യമാണ്. അതുകൊണ്ട് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഏതാണ്ട് 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ് അധ്യക്ഷ പദത്തിൽ. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഇനി ആര് വരും എന്ന കാര്യം സംശയമാണ്. ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരണം, അധ്യക്ഷ സ്ഥാനത്തെ കൊണ്ടുവരണമെന്ന ശക്തമായ ഒരു ആവശ്യം ശോഭാ സുരേന്ദ്രന്റെ പക്ഷം ഉന്നയിക്കുന്നുണ്ട്. കാരണം അവര് ശക്തിയായ ഒരു നേതാവാണ്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നിന്ന മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ്. അത്തരത്തിൽ ശക്തിയായ ഒരു വനിതാ നേതാവിനെ കൊണ്ടുവന്നാൽ പാർട്ടിക്ക് കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പാർട്ടി അണികൾ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം തന്നെ വി മുരളീധരനെ തിരികെ കൊണ്ടുവരുന്ന ഒരു കാര്യവും ആലോചനയും ഉണ്ട്. എന്നാൽ ഇക്കാര്യമൊക്കെ തന്നെ കേരളത്തിന് ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ നിഷേധിക്കുകയാണ്. സുരേന്ദ്രനെ നിലവിൽ മാറ്റുന്ന യാതൊരു സാഹചര്യവുമില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്.